ഹര ഹര മഹാദേവ. എല്ലാവർക്കും പാർത്ഥസാരഥിയത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഈ കാണുന്നത് കൽപ്പാത്തിയിലെ അഗ്രഹാരങ്ങളാണ് കേട്ടോ. ഭാരതപ്പുഴയുടെ പോഷക നദികളിൽ ഒന്നായ കൽപ്പാത്തി പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന വിശ്വനാഥ സ്വാമിയെ തൊഴുത് തൊട്ടടുത്തു തന്നെയുള്ള ഗണപതി ക്ഷേത്രവും തൊഴുത് ഞങ്ങൾ നേരെ പോകുന്നത് വൈദ്യനാഥ സ്വാമി ക്ഷേത്രത്തിലേക്കാണ്. പഴമയോട് ചേർന്ന് നിൽക്കുന്ന അതിമനോഹരമായ ശിവക്ഷേത്രം. ഇപ്പോൾ കാണുന്ന ആ ഒരു ക്ഷേത്രം ഗണപതി ക്ഷേത്രമാണ്. ആ ക്ഷേത്രവും കഴിഞ്ഞ് നേരെ മുന്നോട്ട് ഇടവഴികളിലൂടെയുള്ള ഈയൊരു മനോഹരമായ യാത്ര. ഈ യാത്രയുടെ അവസാനം വൈദ്യനാഥസ്വാമി ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ്. എങ്ങും തന്നെ നിറഞ്ഞു നിൽക്കുന്ന ഭഗവാൻ ശ്രീ പരമേശ്വരൻ്റെ ആ ഒരു എനർജി നാം ഒന്ന് അനുഭവിക്കേണ്ടതു തന്നെയാണ്. വാക്കുകൾക്കും അതീതമാണ് ആ ഒരു ശക്തി. നമ്മുടെ വാക്കുകൾക്കൊന്നും തന്നെ ഇവിടെ യാതൊരു പ്രസക്തിയും ഇല്ല. ഇവിടെ വന്ന് ആ ഒരു എനർജി അനുഭവിക്കുക തന്നെ വേണം. അനേകം ക്ഷേത്രങ്ങളുണ്ട് ഇവിടെ. അതിൽ ശ്രീ വിശാലാക്ഷി സമേത ശ്രീ വിശ്വനാഥ ക്ഷേത്രമാണിത്. അടുത്തത് ശ്രീ ലക്ഷ്മി നാരായണ പെരുമാൾ ക്ഷേത്രം. ഇനി ശ്രീ പ്രസന്ന മഹാഗണപതി ക്ഷേത്രമുണ്ട്. മന്ദക്കര ശ്രീ മഹാഗണപതി ക്ഷേത്രമുണ്ട്. കൂടാതെ ശ്രീ വരദരാജ പെരുമാൾ ക്ഷേത്രമുണ്ട് ഇവിടെ. വൈദ്യനാഥപുരം ശ്രീകൃഷ്ണ ക്ഷേത്രമുണ്ട്. അനേകം ക്ഷേത്രങ്ങളുണ്ട്. അവയിൽ വളരെ കുറച്ച് ക്ഷേത്രങ്ങൾ മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. ഇനിയും നമ്മൾക്ക് ആ ക്ഷേത്രങ്ങളെ തീർച്ചയായും പരിചയപ്പെടാൻ സാധിക്കട്ടെ, ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾക്ക് പോവാം ശ്രീ വൈദ്യനാഥ സ്വാമി ക്ഷേത്രത്തിലേക്ക്. ബാലാംബിക വാണരുളുന്ന ഗണപതിയും സുബ്രഹ്മണ്യ സ്വാമിയും കാലഭൈരവനും കുടികൊള്ളുന്ന പ്രശസ്തമായ കൽപ്പാത്തിയിലെ ശ്രീ വൈദ്യനാഥ സ്വാമി ക്ഷേത്രത്തിലേക്ക് ഇതാ എല്ലാവരെയും ഈ ഒരു കാഴ്ചയിലൂടെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും ഇവിടെ എത്തിയ ഒരു പ്രതീതി ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. അകത്തേക്ക് ക്യാമറയൊന്നും അലോവഡല്ല, ഫോണും ക്യാമറയൊന്നും അലോവഡല്ല. അതുകൊണ്ട് പുറത്തെ കാഴ്ചകൾ മാത്രമേ നിങ്ങളിലേക്ക് എത്തിക്കുവാൻ സാധിച്ചുള്ളൂ. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ. ഹര ഹര മഹാദേവ. ശംഭോ മഹാദേവ. शिवाय ओम नमः 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 शिवाय